മാസപ്പടി കേസിൽ SFIO നടപടികൾ തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ ശേഷം എങ്ങനെ റദ്ദാക്കാൻ കഴിയുമെന്ന് കോടതി ആരാഞ്ഞു. കേസ് ഈ മാസം 22-ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഒരുപക്ഷെ ഇനിയുള്ള നടപടികൾ, തുടർ നടപടികൾ അധികം വൈകില്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ടിട്ടുള്ള CMRL എക്സാലോജി കേസ് അത് ഇന്നിപ്പോൾ പ്രധാനമായും ഡൽഹി ഹൈക്കോടതി മറ്റൊരു ബെഞ്ചിലേക്ക് വിട്ടു എന്നുള്ളതാണ്. ഈ കേസ് ആദ്യം പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിൻ്റെ ബെഞ്ച് തന്നെ ഈ കേസ് വീണ്ടും കേൾക്കണ്ടേ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ സുപ്രധാനമായ ഒരു നീക്കം. 21-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതായത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോൾ ഇതിൽ CMRLന് വേണ്ടി ഹാജരായ ജസ്റ്റിസ് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിൻ്റെ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് ജസ്റ്റിസ് വാക്കാൽ ഒരു ഉറപ്പ് നൽകി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ, അതായത് ഈ SFIO നടപടികൾ അത് കൃത്യമായി തന്നെ കോടതിക്ക് മുമ്പായി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായൊരു നടപടികളിലേക്ക് പോകൂ എന്നുള്ളത് SFIO വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് SFIOക്ക് വേണ്ടി ഹാജരായിരുന്ന ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലാണ് അത്തരം ഒരു കാര്യം ഈ കോടതിക്ക് മുമ്പാകെ സുബ്രഹ്മണ്യം പ്രസാദിൻ്റെ ബെഞ്ചിന് മുമ്പാകെ വയ്ക്കുകയും അത് അദ്ദേഹം അന്ന് വാക്കാൽ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ കേസ് പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത് ഈ ജുഡീഷ്യൽ രേഖകളിലൊന്നും തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിൻ്റെ ബെഞ്ച് തന്നെ ഈ കേസ് വീണ്ടും കേൾക്കട്ടെ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. 21-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുമെന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ വീണയ്ക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് CMRLുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയായതായിട്ടാണ് ഇന്നിപ്പോൾ കോടതിയിൽ പ്രധാനമായും SFIO വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ 21-ാം തീയതി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുടർ നടപടികളിലേക്ക്, അതായത് എന്താണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ വാക്ക് നൽകിയതുപോലെ കോടതിയുടെ ഒരു പരിപൂർണമായ റിപ്പോർട്ടിൽ കോടതി വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികളുമായി SFIO മുന്നോട്ട് പോകൂ എന്നുള്ള അത് സംബന്ധിച്ചിട്ടുള്ള ഏത് തരത്തിലായിരിക്കും ഇനി കോടതി അതിന്മേൽ തുടർ നടപടികൾ നീക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയം. വിഷ്ണു. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.